SKSSF ചൊക്ലി ക്ലസ്റ്റർ സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനം പ്രമേയ പ്രഭാഷണം നടത്തുന്നു ഉസ്താദ് ബഷീർ അസ്അദീൻ നമ്രം, SKSSF സ്റ്റേറ്റ് വർക്കിംഗ് സെക്രട്ടറി. ഉസ്താദ് അവരുകളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. صدق الله العلي العظيم. ഏറെ ബഹുമാനവും ആദരവും നിറഞ്ഞ നമ്മുടെ ഈ മാതൃകാപരമായ പ്രോഗ്രാമിന് സ്വാഗതം പറഞ്ഞ ഈ പ്രോഗ്രാമിന്റെ കമ്മിറ്റി കൺവീനറും SKSSFന്റെ സംസ്ഥാന നേതാവുമായ ബഹുമാനപ്പെട്ട ഷബീർ, ആദർശത്തിൽ അടിയുറച്ചു നിൽക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് എന്ന് ഹ്രസ്വമായ വാക്കുകളിൽ നമ്മെ അറിയിച്ച ഉദ്ഘാടന പ്രഭാഷകൻ ബഹുമാനപ്പെട്ട ഉമർ നുജൂമി ഉസ്താദ്, നിലവിൽ നമ്മൾ ആരുടെ പക്ഷത്താണ് നിൽക്കേണ്ടത് എന്നുള്ളതിന്റെ കൃത്യമായ വിവരം നമ്മോട് നൽകിയ ബഹുമാനപ്പെട്ട മുജീബ് റഹ്മാൻ അൻസരി ഉസ്താദ്, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കാരുണ്യവാനും സർവശക്തനുമായ അള്ളാഹു നമ്മുടെ ഈ പ്രോഗ്രാമിനെ അള്ളാഹുവിന്റെ ഇജാബത്തും റഹ്മത്തും കിട്ടുന്ന പ്രോഗ്രാമായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ. പരിശുദ്ധമായ റമദാൻ മാസത്തിലേക്ക് ആഫിയത്തോടെ എത്തുവാനും റമദാനിലൂടെ കിട്ടേണ്ട മുഴുവൻ അനുഗ്രഹങ്ങളും നേടിയെടുക്കാൻ ഭാഗ്യം കിട്ടുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹുവേ നമ്മളെയും നമ്മുടെ നാട്ടുകാരെയും നമ്മുടെ അഹ്ലുകാരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അല്ലാ. നമ്മുടെ കൂട്ടത്തിൽ പല ആൾക്കാരും പല രോഗങ്ങൾ കൊണ്ടും പ്രയാസപ്പെടുന്നവരാണ്. അല്ലാഹുവേ, എല്ലാ രോഗങ്ങളെയും മാറ്റി കാമിലായ ശിഫാഇനെയും ആഫിയത്തിനെയും അല്ലാഹുവേ അവർക്കും നമുക്കും നീ നൽകി അനുഗ്രഹിക്കണമേ അല്ലാ. ബഹുമാന്യരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് നിങ്ങളുടെ മുന്നിൽ സവിസ്തരം പ്രതിപാദിക്കേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങളെക്കാൾ എനിക്കറിയാം. എങ്കിലും സമസ്തയുടെയും അതിന്റെ പോഷക ഘടകങ്ങളുടെയും പ്രവർത്തനങ്ങളിൽ സജീവമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലസ്റ്ററാണ് ചൊക്ലി ക്ലസ്റ്റർ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം.
ഈ അടുത്ത കാലത്തായി കാര്യമായ പ്രവർത്തനങ്ങളൊന്നും നടന്നില്ലെങ്കിലും ഇനി അങ്ങോട്ട് പൂർവാധികം ശക്തിയോടെ പ്രവർത്തിക്കുവാനും നമ്മുടെ ആദർശം സമൂഹത്തോട് കൃത്യമായും വ്യക്തമായും ഉറക്കെയും പറയുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ഇവിടെ നമ്മൾ വിളിച്ചു ചേർക്കുന്നത്. ഇങ്ങനെ ഒരു പ്രോഗ്രാം വിജയിക്കുന്നതിന് വേണ്ടി ഇതിന്റെ പിറകിൽ ഒരുപാട് ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ ചിലപ്പോൾ നിങ്ങൾ അധ്വാനിച്ചിട്ടുണ്ടാകാം. ആ അധ്വാനിച്ചതിന്റെ ഫലമായിട്ടാണ് ഇത്ര ആൾക്കാരെ ഇവിടെ വിളിച്ചു കൂട്ടുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളത്. സാധാരണയായി എല്ലാവരും പറയാറുണ്ട്, പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാൻ നമുക്ക് എളുപ്പമാണ്. എന്നാൽ ആ പ്രോഗ്രാമിലേക്ക് ആൾക്കാരെ എത്തിക്കുവാനും എത്തിയ ആൾക്കാർ തന്നെ പ്രോഗ്രാം കഴിയുന്നത് വരെ ഇരിക്കുവാനും ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാലത്താണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു സന്ദർഭത്തിൽ ചൊക്ലി ക്ലസ്റ്റർ നടത്തിയ ഈ ഒരു പ്രോഗ്രാമിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും രേഖപ്പെടുത്താൻ ആദ്യമായി ഞാൻ സമയം ചെലവഴിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്വീകരിക്കട്ടെ. കേരളത്തിനകത്തും പുറത്തും വളരെ വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SKSSF. ആ SKSSF എന്തിനാണ് രൂപം കൊടുത്തത് എന്നും അതെന്താണ് ഇപ്പോൾ നിലവിൽ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും നമ്മൾ 36 വർഷമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. 36 വർഷം പൂർത്തിയായതിന്റെ അടയാളമായിട്ടാണ് ഇന്നതിന്റെ സ്ഥാപക ദിനത്തിൽ ഓരോ ശാഖയിലും, ക്ലസ്റ്ററുകളിലും, മേഖലകളിലും, ജില്ലാതലങ്ങളിലും വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ദിവസത്തിന്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾ ഇവിടെ പ്രോഗ്രാം സംഘടിപ്പിച്ചു എന്നുള്ളതും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് എന്ന് ആമുഖമായി നിങ്ങളെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട കക്കുപ്പടി ഉസ്താദ് വേദിയിലേക്ക് കടന്നു വരുന്നു. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്തുകൊണ്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും അറിയാം, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനം ഈ നാട്ടിൽ പിറവിയെടുക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പണ്ഡിത സംഘടന രൂപം കൊടുക്കുമ്പോൾ അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 570 AD 570 മക്കയിൽ ജനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 6-ാം നൂറ്റാണ്ടിലാണ് ജനിക്കുന്നത്. AD 632 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വഫാത്താകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക കേന്ദ്രീകരിച്ചും മദീന കേന്ദ്രീകരിച്ചും 13 വർഷം മക്കയിലും 10 വർഷം മദീനയിലുമാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനീ പ്രബോധനം നടത്തിയിട്ടുള്ളത്. ആ ഒരു കാലഘട്ടത്തിൽ തന്നെ 6-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിലും തന്നെ നമ്മുടെ നാട്ടിലേക്ക് ഇസ്ലാം ദീൻ എത്തിയിട്ടുണ്ട് എന്നാണ് പ്രാമാണികമായ ചരിത്രരേഖകൾ പറയുന്നത്. ചേരമാൻ പെരുമാൾ എന്ന് പറയുന്ന കേരളത്തിലെ 1-ാമത്തെ മുസ്ലിമാണ് ചേരമാൻ പെരുമാൾ. അദ്ദേഹം അന്ന് മക്കയിലെ കുഫാറുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെല്ലുവിളിച്ചൊരു ഘട്ടമുണ്ടായിരുന്നു. മുഹമ്മദേ, നീ പ്രവാചകനാണെന്നാണ് ഞങ്ങളോട് പറയുന്നത്. എന്നാൽ നീ പ്രവാചകനാണ് എന്ന കാര്യം ബോധിപ്പിക്കാൻ ചില അടയാളങ്ങൾ നമുക്ക് കാണിച്ചു തരേണ്ടതുണ്ട്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, മുഹമ്മദേ നീ ചെയ്യേണ്ടത്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ചെയ്യേണ്ടത്, ആകാശത്തുള്ള ചന്ദ്രൻ 2ആയിട്ട് നീ പിളർത്തണം. ഒന്നിനെ കിഴക്കോട്ട് കൊണ്ടുപോകണം, മറ്റൊരു ഭാഗത്തെ പടിഞ്ഞാറ് ഭാഗത്തെ കൊണ്ടുപോകണം. അത് നിനക്ക് ചെയ്യാൻ സാധിക്കുമോ? ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുകയും അങ്ങനെ ചന്ദ്രൻ 2ആയിട്ട് പിളരുകയും ചെയ്തു. ഈ ഒരു രംഗം നമ്മുടെ നാട്ടിൽ വെച്ച് ചേരമാൻ പെരുമാൾ കണ്ടു എന്നാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. അങ്ങനെ ചേരമാൻ പെരുമാള് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹലറത്തിലേക്ക് പോവുകയാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ കാണുകയും അവിടെ നിന്ന് കലിമ ചൊല്ലി മുസ്ലിമാവുകയും എന്നിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ചേരമാൻ പെരുമാളിന്റെ അന്ന് സ്വീകരിച്ച പേര് താജുദ്ദീൻ എന്നായിരുന്നു. തിരിച്ചു വരുന്നതിനിടയിൽ അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് ചരിത്രരേഖയിൽ കാണുന്നത്.
ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും താബിഈകളും ഈ നമ്മുടെ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതകാലത്ത് തന്നെ നമ്മുടെ നാട്ടിൽ ഇസ്ലാം ദീൻ എത്തിയിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് വിശദീകരിക്കാൻ ഞാൻ പോകുന്നില്ല. 1498 നമ്മുടെ നാട്ടിലേക്ക് പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡ ഗാമ വരുന്നത്. 1498 എന്ന് പറഞ്ഞാൽ 15-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടം. 6-ാം നൂറ്റാണ്ടിൽ നിന്ന് 15-ാം നൂറ്റാണ്ടിലേക്ക് കുറെ നൂറ്റാണ്ടുകളുണ്ടല്ലോ, 7-8 നൂറ്റാണ്ടുകൾ. ഈ 7-8 നൂറ്റാണ്ടുകളിൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? നമ്മുടെ രാജ്യം എങ്ങനെയാ മുന്നോട്ട് പോയത്? നമ്മുടെ രാജ്യത്ത് പൂർണ്ണമായും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടും. അതെന്തുകൊണ്ടാണ്? ഇബ്നു ബത്തൂത്തയുടെ സഞ്ചാരകഥകൾ വായിച്ചാൽ നമുക്ക് ഈ കാര്യം ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കും. 6-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ 15-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ നമ്മുടെ രാജ്യത്ത്, അത് കേരളത്തിലാകാം ഇന്ത്യയിലാകാം, എല്ലായിടങ്ങളിലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചരിത്ര രേഖകൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. പിന്നെ 1498 പ്രത്യേകത, അന്നാണ് വാസ്കോ ഡ ഗാമ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. അദ്ദേഹം വന്നതിന്റെ കാരണം വ്യാപാര ആവശ്യാർത്ഥമാണ് നാട്ടിലേക്ക് വന്നത്, വാണിജ്യ താല്പര്യമായിരുന്നു. കാരണം അറബികൾ വ്യത്യസ്തങ്ങളായ കേരളത്തിലെ വസ്തുക്കൾ, പലവ്യഞ്ജനങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ അറേബ്യൻ കമ്പോളങ്ങളിൽ വിൽക്കുകയും അത് അവിടെ വെച്ച് യൂറോപ്പിലേക്ക് പോവുകയും ചെയ്തു. ഇതിന്റെ ഉറവിടം എവിടെയാണെന്ന് വാസ്കോ ഡ ഗാമയും പോർച്ചുഗീസുകാരും അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് കേരളത്തിൽ നിന്നാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുകയും അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരികയും ചെയ്തു. അദ്ദേഹം ഇവിടെ വരുമ്പോൾ ഇവിടെയുള്ള 10,000-കണക്കിന് മുസ്ലിങ്ങളെയാണ് അദ്ദേഹം കൊന്നൊടുക്കിയത്. പോർച്ചുഗീസ് ക്രിസ്ത്യൻ മതവുമായി ബന്ധപ്പെട്ട ഒരു നാവികനാണല്ലോ വാസ്കോ ഡ ഗാമ. അദ്ദേഹം നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യൻ മതം ശക്തമായി പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രചാരമായ കുപ്രചാര വേലകൾ നടത്തിയിട്ടുണ്ട്. അതിനെ തടയാൻ വേണ്ടി 15-ാം നൂറ്റാണ്ടിൽ ഈറ്റപ്പുലിയായി ഗർജിക്കുന്ന സിംഹമായി ഉണ്ടായിരുന്നത് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനായിരുന്നു. 15-16 നൂറ്റാണ്ടുകളിൽ പോർച്ചുഗീസുകാർ മുസ്ലിങ്ങൾക്ക് ഒരുപാട് ദുരന്തങ്ങളും കഷ്ടപ്പാടുകളും വരുത്തിയെങ്കിലും മതപരമായ ആദർശങ്ങളിൽ കൈവക്കാൻ പോർച്ചുഗീസുകാർ തയ്യാറായിരുന്നില്ല. പോർച്ചുഗീസ് 1498 മെയ് മാസമാണ് അദ്ദേഹം നാട്ടിലേക്ക് വരുന്നത്. തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന് ചിലവായതിന്റെ 60 ഇരട്ടി സംഖ്യയാണ് അദ്ദേഹം തിരിച്ചു കൊണ്ടുപോയത്. ഇവിടെയുള്ള പല വസ്തുക്കളും കൊണ്ടുപോയി. പിന്നീട് 1502 അദ്ദേഹം വരുന്നത്. 60 കപ്പലുകളും 800 ആൾക്കാരുമായിട്ട് അദ്ദേഹം നാട്ടിലേക്ക് വന്നു. എന്തിനാ വന്നത്? ഇവിടെയുള്ള വസ്തുവകകൾ കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുപോയി. 3-ാമത്തെ വരവിലാണ് അദ്ദേഹം കൊച്ചിയിൽ കോട്ടയുണ്ടാക്കുന്നത്. ആ കോട്ട ഉണ്ടാക്കിയതിനു ശേഷം മുസ്ലിങ്ങളെ നരനായാട്ട് നടത്തുകയാണ്. നമ്മുടെ കണ്ണൂർ കടലിൽ വെച്ചാണ് അദ്ദേഹം ഒരു കപ്പലിന് തീ കൊടുത്തത്. ഹജ്ജിന് പോയി തിരിച്ചു വരുന്ന സഹോദരന്മാർ, അതിൽ 75ഓളം 80ഓളം സ്ത്രീയും കുട്ടികളും അടക്കം 85ഓളം ആൾക്കാരുണ്ടായിരുന്നു എന്നാണ് ചരിത്രരേഖയിൽ കാണുന്നത്. കപ്പലിന് തീ കൊടുത്തു. ദയവായി കപ്പലിന് തീ കൊളുത്തരുത് എന്ന് മോചനദ്രവ്യം നൽകാമെന്ന് കേണപേക്ഷിച്ചിട്ടും വാസ്കോ ഡ ഗാമ മാപ്പ് കൊടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ ആ കപ്പൽ 6-7 ദിവസം കടലിൽ വെച്ച് കത്തി എന്നാണ് പറയുന്നത്. അവിടെയുള്ള സഹോദരന്മാർ വെന്തു മരിക്കുമ്പോൾ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് കെഞ്ചി യാചിച്ചിട്ടും വാസ്കോ ഡ ഗാമ ഒരു അണവ് പോലും പിന്മാറാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് വില്യം ലോഗൺ അദ്ദേഹത്തിന്റെ മലബാർ മാനുവലിൽ പറയുന്നത് നാം പൈശാചിക രൂപം പ്രാപിച്ച മനുഷ്യനായിരുന്നു എന്നാണ്. രൂപം മനുഷ്യന്റേതാണെങ്കിലും പൈശാചിക ഭാവമായിരുന്നു എന്നാണ്. അന്ന് ഈ പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡ ഗാമയെ നമ്മുടെ നാട്ടിൽ നിന്ന് കെട്ടിക്കാൻ വേണ്ടി സമരരംഗത്തുണ്ടായിരുന്നത് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനായിരുന്നു. അദ്ദേഹം അതിനുവേണ്ടി തഹ്രീൽ എന്നൊരു പുസ്തകം തന്നെ എഴുതി. ഈ പുസ്തകം തന്റെ കൈകൊണ്ട് എഴുതുകയും അദ്ദേഹത്തിന് സാധിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നടന്നുപോയി ആ കോപ്പി കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ കോപ്പി വായിച്ചിട്ടാണ് കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്ന നാവികനുണ്ടായത് എന്ന് ചരിത്രരേഖയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം തഹ്രീൽ എന്ന ഒരു ഗ്രന്ഥം എഴുതി എന്ന് മാത്രമല്ല, അദ്ദേഹമാണ് മങ്കൂസ് മൗലൂദ് രചിച്ചത്. അദ്ദേഹം അതേപോലെ തന്നെ ഒരുപാട് തസ്കിയത്തിന്റെയും തസവുഫിന്റെയും കൃതികളും ഗ്രന്ഥങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്ന് ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഇദ്ദേഹത്തിന്റെ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമന്റെ ഉസ്താദാണ്
കോഴിക്കോട് കാലിമാരിൽ പ്രമുഖനായ അബൂബക്കർ ഷാലിയാത്തി എന്ന് പറയുന്ന അബൂബക്കർ ഫഖറുദ്ദീൻ ഷാലിയാത്തി എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതൻ. അദ്ദേഹം കോഴിക്കോട് കാലി കുടുംബത്തിലെ അംഗമാണ്. ഫഖറുദ്ദീൻ ഷാലിയാത്തിയുടെ ഉസ്താദിന്റെ പേരാണ് അബ്ദുല്ലാഹിൽ യാഫി റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹുൽ യാഫി റളിയല്ലാഹു അൻഹു മക്കയിലാണെന്ന് ക്ലാസ് എടുത്തിരുന്നത്. മക്കയിലേക്ക് പോയിട്ട് അബ്ദുല്ലാഹിൽ യാഫി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വർഷങ്ങളോളം ഇരുന്നു കൊണ്ട് ദീൻ പഠിച്ചു തിരിച്ചു വന്ന ആളായിരുന്നു സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ. അതേപോലെ തന്നെ അബൂബക്കർ എന്ന് പറയുന്ന ഷാലിയാത്തി റളിയല്ലാഹു അൻഹുവിന്റെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണ്, അദ്ദേഹത്തിന്റെ ഉപ്പയാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ അബൂബക്കർ ഷാലിയാത്തി എന്ന് പറയുന്ന മഹാവ്യക്തി. കോഴിക്കോട് കാലിമാരിൽ പ്രമുഖനാണ്. ഈ കോഴിക്കോട് കാലിമാരുടെ പരമ്പരയിലാണ് മഖ്ദൂം കുടുംബം വരുന്നത്. മഖ്ദൂം കുടുംബം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബവുമായി ബന്ധമുള്ളതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബവുമായി ബന്ധമുള്ള കുടുംബമാണ് സൈനുദ്ദീൻ മഖ്ദൂം കുടുംബം. അതേപോലെ തന്നെ പ്രമുഖനായ രണ്ടാമത്തെ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ, അദ്ദേഹമാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. തുഹ്ഫത്തുൽ മുജാഹിദീൻ ചരിത്ര ഗ്രന്ഥമാണ്, ആധികാരിക ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പിൽക്കാലത്ത് കേരളത്തിൽ വന്ന എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളും തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്ന് ചരിത്ര രേഖകളിൽ നമുക്ക് കാണാൻ കഴിയും. കോഴിക്കോട് കാലിമാർ ബന്ധപ്പെടുന്നവർ സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹുമായിട്ടാണ്. അള്ളാഹുവിന്റെ റസൂലുമായി ബന്ധമുള്ളവരാണല്ലോ സഹാബികൾ. നേരിട്ട് കണ്ടവർ, നേരിട്ട് കേട്ടവർ, റസൂലുള്ള എന്ത് പറയുമ്പോഴും കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്ത ആൾക്കാർ കൊണ്ടുവന്ന അതേ ദീനാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. ഒരു സംശയവും അക്കാര്യത്തിൽ ആർക്കും പറയാൻ സാധിക്കയില്ല. ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായ വക്രീകരണങ്ങൾ വരുമ്പോൾ നേരിന്റെ പക്ഷത്തിൽ ജനങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി, നേരിന്റെ മാർഗത്തിൽ ജനങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി അള്ളാഹു കുറെ മുജദ്ദിദുകളെ അയക്കാറുണ്ട് ഓരോ നൂറ്റാണ്ടുകളിലും. അതിൽ ഒന്നാമത്തെ മുജദ്ദിദാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. 1-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ്. 30 വർഷക്കാലം ഖുലഫാഉർ റാഷിദുകളുടെ ഭരണമായിരുന്നു. റസൂലുള്ളാന്റെ 23 വർഷക്കാലത്തിന് ശേഷം 30 വർഷം ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഭരണമായിരുന്നു. അതിനുശേഷം 99 വർഷക്കാലം അമവികൾ നമ്മുടെ നാട് ഭരിച്ചു. അതിനുശേഷം ഏകദേശം 500-600 വർഷക്കാലം അബ്ബാസികൾ നമ്മുടെ നാട് ഭരിച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ നാട്ടിലേക്ക് ദീൻ എത്തി എന്നുള്ളതിന് ഒരുപാട് തെളിവുകൾ നമുക്ക് കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു 1-ാമത്തെ മുജദ്ദിദായിരുന്നു. 2-ാമത്തെ മുജദ്ദിദാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് ശേഷം മുജദ്ദിദായിട്ട് വന്നു നമ്മുടെ അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു. 3-ാമത്തെ മുജദ്ദിദായിരുന്നു. 4-ാമത്തെ മുജദ്ദിദാണ് അബൂബക്കർ ബാഖില്ലാനി റളിയല്ലാഹു അൻഹു. 5-ാം നൂറ്റാണ്ടിൽ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു. 6-ാം നൂറ്റാണ്ടിൽ ഇമാം ഫഖറുദ്ദീൻ റളിയല്ലാഹു അൻഹു. മാത്രമല്ല അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഓരോ നൂറ്റാണ്ടുകളിലും ഇബ്നു ദഖീഖുൽ ഈദ് എന്ന് പറയുന്ന പ്രമുഖനായ സൂഫിയായ പണ്ഡിതൻ 6-ാം നൂറ്റാണ്ടിൽ, 7-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് ഇമാം ബുൽഖൈനി റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് സക്കരിയ അൻസ്വാരി റളിയല്ലാഹു അൻഹു, ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തുടങ്ങി ഒരുപാട് മുജദ്ദിദുകൾ. ഈ മുജദ്ദിദുകളുടെ പരമ്പരയിലാണ് ഇന്ന് കാണുന്ന സമസ്തയിലെ എല്ലാ ഉസ്താദന്മാരുടെയും. ഞാൻ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ നമുക്കറിയാം, ശംസുൽ ഉലമ എന്ന് പറയുന്ന ഒരുപാട് വർഷക്കാലം നമ്മുടെ സമസ്തയെ ധീരമായി നയിച്ച് മുന്നോട്ട് കൊണ്ടുപോയ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ സിൽസില പരിശോധിച്ചു നോക്കിയാൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ ഉസ്താദാണ് കണ്ണിയത്ത് ഉസ്താദ്. ആദർശത്തിന്റെ കാര്യത്തിൽ അളവ് വിട്ടുകൊടുക്കാതെ ഇന്ന് 100 വർഷം പൂർത്തിയാകുമ്പോൾ ആദർശത്തിൽ എന്താണോ 926-ൽ സമസ്ത പറഞ്ഞിട്ടുള്ളത് അതുതന്നെയാണ് 2026-ലും സമസ്ത പറയുന്നത്. ഏതെങ്കിലും പ്രമേയം പിൻവലിക്കേണ്ടി വന്നോ, അല്ലെങ്കിൽ സമസ്തയുടെ ആധികാരികമായ
ആദ്യമായി ഉസ്താദുമാർ നടത്തിയ ഏതെങ്കിലും പ്രഭാഷണം തിരുത്തേണ്ടി വന്നിട്ടുണ്ടോ? എന്താണ് കാരണം? 1926 എന്തിനാണോ സമസ്ത ഫോം ചെയ്തത്, ആ ലക്ഷ്യത്തിൽ നിന്നും അണു ഇട വിട്ടുപോകാതെ, കടു ഇട വിട്ടുപോകാതെ 100 വർഷം പൂർത്തിയാകാനിരിക്കുമ്പോൾ മുന്നോട്ട് പോവുകയാണ്. ശംസുൽ ഉലമയുടെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്. ഒരു കറാഹത്ത് പോലും ചെയ്യാത്തൊരു സാത്വികനായ സൂഫിയായ ആലിമായ ആരിഫായ മനുഷ്യൻ. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ 993 കണ്ണിയത്ത് ഉസ്താദ് വഫാത്താകുന്നത്. 1967 മുതൽ 1993 വരെ നമ്മുടെ സമസ്തയെ നയിച്ച ആരിഫായിരുന്നു ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, കണ്ണിയത്ത് ഉസ്താദ് എന്ന് പറയുന്ന ഉസ്താദ്. കണ്ണിയത്ത് ഉസ്താദിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മയ്യിത്ത് നമസ്കാരത്തിൽ ഏകദേശം 4 ലക്ഷത്തിന്റെയും 5 ലക്ഷത്തിന്റെയും ഇടയിൽ ആൾക്കാർ മയ്യിത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തിരുന്നു എന്നാണ് അന്ന് പ്രസിദ്ധീകരിച്ച പത്രങ്ങളിൽ കണ്ടത്. ചിന്തിച്ചു നോക്കൂ, 4 ലക്ഷം ആൾക്കാർ മയ്യിത്ത് നിസ്കരിക്കുക. 4 ലക്ഷത്തിന്റെയും 5 ലക്ഷത്തിന്റെയും ഇടയിൽ മയ്യിത്ത് നിസ്കരിക്കണമെങ്കിൽ ആ വലിയ മനുഷ്യനെ, ആ ആരിഫിനെ ജനങ്ങൾ നെഞ്ചേറ്റിയ അവസ്ഥ എങ്ങനെയായിരിക്കും? കണ്ണിയത്ത് ഉസ്താദിന്റെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ ഉസ്താദ് കണ്ണിയത്ത് ഉസ്താദ്, അദ്ദേഹത്തിന്റെ ഉസ്താദാണ് ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ. ഞാൻ ഓരോ വ്യക്തിയെയും വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട്, സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. മാത്രമല്ല, ബഹുമാനപ്പെട്ട ഖുത്ബി മുഹമ്മദ് മുസ്ലിയാറുടെ ഉസ്താദാണ് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ. ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഉസ്താദാണ് വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ. വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാറുടെ ഉസ്താദാണ് അലി ഹസൻ കോയക്കുട്ടി മുസ്ലിയാർ. അലി ഹസൻ കോയക്കുട്ടി ഉസ്താദിന്റെ ഉസ്താദാണ് അല്ലാമ വെളിയങ്കോട് ഉമർ ഖാലി റളിയല്ലാഹു അൻഹു. അല്ലാമ വെളിയങ്കോട് ഉമർ ഖാലി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ് അല്ലാമ മമ്മിക്കുട്ടി ഖാലി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഉസ്താദാണ് അല്ലാമ അലി ഹസൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഉസ്താദാണ് അല്ലാമ നൂറുൽ മഖ്ദൂം എന്ന് പറയുന്ന പ്രമുഖനായ പണ്ഡിതൻ. ഷംസു സൈനുദ്ദീൻ മഖ്ദൂം എന്ന് പറയുന്ന പ്രമുഖനായ, ഞാൻ എണ്ണിയ ഒന്നാമത് സൈനുദ്ദീൻ മഖ്ദൂം, രണ്ടാമൻ ശംസുൽ ഉലമയുടെ ഉസ്താദുമാരുടെ പരമ്പരയിൽ വരുന്നുണ്ട്. മാത്രമല്ല, ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു, 10-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണല്ലോ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു, അദ്ദേഹം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇമാം സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു, ഇമാം ജലാലുദ്ദീൻ സുയൂത്തി ജലാലുദ്ദീൻ മഹല്ലി റളിയല്ലാഹു അൻഹു, ഇമാം ബുൽഖീനി റളിയല്ലാഹു അൻഹു, ഇമാം നബവി റളിയല്ലാഹു അൻഹു, ഇമാം റാഫി റളിയല്ലാഹു അൻഹു, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു, ഇമാം ഹറമൈനി റളിയല്ലാഹു അൻഹു, ഇമാം ജുവൈനി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലി റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ശംസുൽ ഉലമയുടെ ഉസ്താദുമാരുടെ സിൽസില പരിശോധിക്കുമ്പോൾ 2-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദായ നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൽ എത്തിച്ചേരുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ബന്ധപ്പെടുന്നത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവാണ്. ആരാ അബ്ബാസ് റളിയല്ലാഹു അൻഹു? അല്ലാഹുവിന്റെ ഹലറത്തിൽ നിന്ന് നേരിട്ട് ഇൽമു കേട്ട് ആ ഇൽമു രേഖപ്പെടുത്തി ഹദീസായി നമ്മെ പഠിപ്പിച്ച അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെന്ന് ചേരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിലാണ് എന്ന് പറഞ്ഞാൽ, ശംസുൽ ഉലമ ഒരു കാര്യം പറഞ്ഞാൽ ആ ശംസുൽ ഉലമ പറയുന്ന കാര്യം റസൂലിൽ നിന്നും വന്ന് അങ്ങനെയാണ് ആ ആദർശം നമ്മുടെ നാട്ടിലെത്തിയിട്ടുള്ളത്. ഒന്നുകൂടി ഞാൻ വിശദീകരിക്കാം. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ ആത്മീയ വഴി പരിശോധിച്ച് നോക്കിയാൽ, ഞാൻ ഇതുവരെ പറഞ്ഞ ഉസ്താദുമാരുടെ സിൽസിലയാണ് സനതാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആത്മീയ സരണി പരിശോധിച്ച് നോക്കിയാൽ സിറാജുദ്ദീൻ ഖാദിരി ഐലക്കാട് റളിയല്ലാഹു അൻഹു, മുഹമ്മദ് ബിൻ മൂസൽ ഖാഹിരി റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് നൂറുദ്ദീൻ ഉസ്മാനിൽ ഖാദിർ റളിയല്ലാഹു അൻഹു, സയ്യിദ് അഹ്മദുൽ ബുഖാരി റളിയല്ലാഹു അൻഹു, 15-ാം നൂറ്റാണ്ടിൽ കണ്ണൂരിൽ വന്ന ബുഖാരി കുടുംബത്തിലെ പ്രമുഖനായ സയ്യിദാണ് ബഹുമാനപ്പെട്ട അഹ്മദുൽ ബുഖാരി റളിയല്ലാഹു അൻഹു. അതേപോലെ സയ്യിദ് അലിയുൽ ഖാദിരി, സയ്യിദ് മുഹമ്മദുൽ ഖാദിരി, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. ശംസുൽ ഉലമയുടെ ആത്മീയ സരണി പരിശോധിക്കുമ്പോൾ നമ്മൾ എത്തിപ്പെടുക അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിൽ നമുക്ക് എത്താൻ കഴിയും. അങ്ങനെ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. അങ്ങനെ പോയി കഴിഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ മകനാണല്ലോ ഹുസൈൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ മകനാകുന്നു സൈനുൽ ആബിദീൻ. സൈദുൽ ആബിദി റളിയല്ലാഹു അൻഹു എത്തുകയും അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ഒരു ലോക ശ്രേണിയിൽ നമ്മൾ എത്തും. ഞാൻ ഈ പറഞ്ഞു വന്നത്, ആദർശ വിശുദ്ധി ഒരിക്കലും സമസ്തയോട് കടപിടിക്കാൻ കഴിയുന്ന ആദർശ വിശുദ്ധി ഒരിക്കലും എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. 927 നമ്മുടെ നാട്ടിൽ തബ്ലീഗ് ജമാഅത്ത് രൂപം കൊള്ളുന്നത് 927 1926 നവംബർ മാസത്തിലാണെന്നും കാണുന്നുണ്ട്. 927 എന്നും കാണുന്നുണ്ട് തബ്ലീഗ് ജമാഅത്ത് ഫോം ചെയ്തത്. അതേപോലെ തന്നെ
കേരള നെതുവത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന സംഘടന, അത് പിന്നെ ഐക്യസംഘം ഉണ്ടായിട്ടുണ്ട്. കേരള മുസ്ലിം ഐക്യം അതല്ല ഉദ്ദേശിക്കുന്നത്. നെതുവത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന സംഘം ഉണ്ടായത് 950-ലാണ്. അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഉണ്ടായത് 940-ലാണ്. ചിന്തിച്ചു നോക്കൂ, ഇതൊക്കെ മതസംഘടനയുടെ ഗണത്തിൽ നമ്മൾ എണ്ണാറുണ്ടല്ലോ. മതസംഘടനയുടെ ഗണത്തിൽ എണ്ണുന്ന ഈ സംഘടനകളൊക്കെ രൂപം കൊള്ളുന്നതിന് മുമ്പ് 926-ൽ സമസ്ത രൂപം കൊണ്ടു എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ 21 കൊല്ലം മുമ്പ്. നമ്മുടെ കേരളം ഉണ്ടാകുന്നതിന്റെ 956-ലാണല്ലോ കേരളം ഉണ്ടാകുന്നത്, സംസ്ഥാനം ഉണ്ടാകുന്നത്. ഈ സംസ്ഥാനം ഉണ്ടാകുന്നതിന്റെ എത്രയോ വർഷം മുമ്പ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടന നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. എന്ന് മാത്രമല്ല 928-ൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാരാണല്ലോ നമ്മുടെ നാട് ഭരിച്ചത്. 928-ൽ മുസ്ലിങ്ങളുടെ വിവാഹ പ്രായവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ബില്ല് ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കുകയുണ്ടായി. 928-ലാണ്. 928-ൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട ബില്ല് പാസാക്കിയപ്പോൾ അതിനെ എതിർക്കാൻ മുന്നിലുണ്ടായ ഏക സംഘടന മതസംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. മാത്രമല്ല 933-ൽ ഫറോക്കിൽ നടന്ന 6ാം വാർഷിക മഹാസമ്മേളനം. ഈ 6ാം വാർഷിക മഹാസമ്മേളനത്തിൽ ഒരു പ്രമേയം പാസാക്കി. ആ പ്രമേയം എന്താണെന്ന് പറഞ്ഞാൽ, മഹല്ലുകളിലൊക്കെ അന്നുണ്ടായിരുന്ന മഹല്ല് സംവിധാനം, ആ മഹല്ലുകളിലൊക്കെ ദർസുകളും മതപാഠശാലകളും സ്ഥാപിക്കണമെന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ എത്രയോ വർഷം മുമ്പ് പറഞ്ഞ സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഓരോന്നും എണ്ണി പരിശോധിക്കുമ്പോൾ വിശദീകരിക്കേണ്ട ഭാഗമാണ്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ വിശാലമായി പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ നെതുവത്തുൽ മുജാഹിദീന്റെ സിൽസില പരിശോധിക്കൂ. നെതുവത്തുൽ മുജാഹിദീന്റെ സിൽസില പരിശോധിച്ചാൽ ഒന്ന് KM മൗലവിയിലെത്തും. KM മൗലവി എന്ന് പറഞ്ഞാൽ 921 കാലഘട്ടത്തിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് വാറന്റ് പുറപ്പെടുവിച്ചു 3 ആൾക്കെതിരെ. അതിലൊന്ന് KM മൗലവിയായിരുന്നു, 2 പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, 3 ആലി മുസ്ലിയാർ. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന സമസ്തയുടെ സൂത്രധാരനായിരുന്നു അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്ന് മാത്രമല്ല മികച്ച സംഘാടകനാണ്. ഖാദിരിയ്യ ത്വരീഖത്തിൽ ഉൾപ്പെട്ട പ്രമുഖനായ പണ്ഡിതൻ കൂടിയാണ് അദ്ദേഹം. സമസ്തയുടെ കമ്മിറ്റിയിലെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു കൂടി കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ഈ കാര്യം കൃത്യമായി ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ്. കൃത്യമായി നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ഈ കാര്യം നമുക്ക് വ്യക്തമായും ബോധ്യപ്പെടും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അന്ന് എന്തിനാണോ രൂപം കൊടുത്തിട്ടുള്ളത് അതിൽ നിന്ന് അണു വ്യത്യാസപ്പെട്ടു പോകാതെ 100% അന്ന് രൂപം കൊടുത്തതിന്റെ അതേ നിലപാടിൽ തന്നെ മാറ്റമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ സിൽസില പരിശോധിച്ചാലും നമുക്ക് ഈ കാര്യം കൃത്യമായി ബോധ്യപ്പെടുന്നതാണ്. ഞാൻ വെറുതെ ഒന്ന് നിങ്ങളുടെ മുന്നിൽ വായിക്കാം. ബഹുമാനപ്പെട്ട മുത്തുക്കോയ തങ്ങളുടെ സനദ് പരിശോധിച്ച് നോക്കിയാൽ സയ്യിദ് ഹുസൈൻ ജിഫ്രി പൂക്കുഞ്ഞിക്കോയ തങ്ങൾ, മാത്രമല്ല സയ്യിദ് ഹസൻ റളിയല്ലാഹു അൻഹു, സയ്യിദ് മുഹമ്മദ് റളിയല്ലാഹു അൻഹു, സയ്യിദ് അഹ്മദ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹു, സയ്യിദ് മുഹമ്മദ് ബാക്കിർ റളിയല്ലാഹു അൻഹു, സയ്യിദ് സൈനുൽ ആബിദീൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ മകളുടെ മകനാണ് സയ്യിദ് ആബിദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ സയ്യിദ് ഹുസൈൻ റളിയല്ലാഹു അൻഹു, സയ്യിദ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ, ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ സിൽസില ഫാത്തിമ ബീബിയിൽ എത്തുകയും അതിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ എത്തുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ സമസ്ത കേവലം ഒരു സംഘടനയല്ല, സമസ്ത സംഘടനയ്ക്ക് വേണ്ടിയുള്ള സംഘടനയല്ല. 926-ൽ KM മൗലവി എന്ന് പറഞ്ഞാൽ MCC അബ്ദുറഹ്മാൻ മൗലവിയുടെ പെങ്ങളുടെ മോനാണ് KM മൗലവി. MCC അബ്ദുറഹ്മാൻ മൗലവിയുടെ പെങ്ങളുടെ മകനാണ്. MCC അബ്ദുറഹ്മാൻ മൗലവി കൊടുങ്ങല്ലൂരിലാണ് താമസിക്കുന്നത്. അവിടെ ബ്രിട്ടീഷുകാരുടെ ഭരണകൂടമായിരുന്നില്ല, നാട്ടുരാജ്യമായിരുന്നു, സ്വസ്ഥമായ ജീവിതമായിരുന്നു. അദ്ദേഹത്തിന് ഒരു അറസ്റ്റ് വാറന്റ് ഉണ്ടായപ്പോൾ MCC ഈ അബ്ദുറഹ്മാൻ മൗലവി എന്ന് പറയുന്ന മുജാഹിദിന്റെ നേതാവ് അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചു. അവിടെയാണ് EK മൗലവി ഉള്ളത്. അങ്ങനെ EK മൗലവിയും MCC മൗലവിയും അതേപോലെ തന്നെ KM മൗലവിയും കൂടിയാണ് അവിടെ നിന്ന് ഒരു പുസ്തകം വായിക്കുന്നത്. ആ പുസ്തകം റഷീദ് റിദയുടെ അൽമനാർ ആയിരുന്നു. റഷീദ് റിദ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, 20-ാം നൂറ്റാണ്ടിൽ 1865-ന്റെയും 935-ന്റെയും ഇടയിൽ ഈജിപ്തിൽ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം സലഫി ആശയക്കാരനായിരുന്നു. KM മൗലവിയെ നമ്മൾ പരിശോധിക്കുമ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലവിയിലെത്തും. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കൊടുങ്ങല്ലൂർ ഭാഗത്ത്
തിരുവനന്തപുരം ഭാഗത്ത് വഹാബിയൻ ആശയങ്ങൾ പഠിപ്പിച്ച ആളായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി. KM മൗലവിയുടെ ഉസ്താദാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയിൽ നമ്മൾ മുന്നോട്ടേക്ക് പോയാൽ അദ്ദേഹം വായിച്ച ഒരുപാട് പുസ്തകങ്ങൾ, അൽമനാറ്, അൽമനാറ്, മുഹമ്മദ് അബ്ദു, ജമാലുദ്ദീൻ അഫ്ഗാനി തുടങ്ങിയവരാണ് ഇദ്ദേഹത്തിന്റെ ഉസ്താദുമാര്. ഇദ്ദേഹത്തിന്റെ ഉസ്താദാണ് ഇബ്നു അബ്ദുൽ വഹാബ്. അദ്ദേഹം 1703 1792 ഇടയിൽ ജീവിച്ച ആളാണ്. ഈ അബ്ദുൽ വഹാബിന്റെ ഉസ്താദാണ് ഇബ്നു തൈമിയ എന്ന് പറയുന്ന ആള്. അതിനപ്പുറം ഇവർക്ക് സനദില്ല, സനത് കാണാൻ കഴിയില്ല. ഇനി കണ്ടാൽ തന്നെ ഈ സനത് എവിടെ എത്തുക എന്ന് പറഞ്ഞാൽ സുന്നി പണ്ഡിതന്മാരിൽ എത്തുക. 950 രൂപം കൊടുത്ത മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് പല വിഭാഗങ്ങളായി വെട്ടി മാറിപ്പോയതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇവരുടെ സനത് വരുന്നത്. ചിന്തിച്ചു നോക്കൂ, ആദർശം എന്ന് പറയുന്ന കാര്യം 926 സമസ്ത രൂപീകരിച്ചു. അനിവാര്യ ഘട്ടത്തിലാണ്. അതാണ് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പ്രാർത്ഥന. 3 പ്രാർത്ഥനയുണ്ടല്ലോ. അല്ലാഹുവേ, അനിവാര്യ ഘട്ടത്തിൽ സമസ്തയെ രൂപീകരിക്കേണ്ടി വന്നു. അല്ലാഹുവേ, നീ കബൂലാക്കണമേ അല്ലാഹുവേ, കബൂലാക്കണമേ അല്ലാഹുവേ. ഒന്നാമത്തെ പ്രാർത്ഥനയാണ്. ആയിരങ്ങൾ ആമീൻ പറഞ്ഞു. രണ്ടാമത്തെ പ്രാർത്ഥന, അല്ലാഹുവേ, സമസ്തയുടെ തലപ്പത്ത് നിന്നെ ഓർമ്മിക്കുന്ന, നിനക്ക് താണുകേണ് വണങ്ങി ജീവിക്കുന്ന ഉലമാക്കളെ നീ ആത്മാർത്ഥതയുള്ള തഖ്വയുള്ള ഉലമാക്കളെ കൊണ്ടുവരണമേ അല്ലാഹുവേ എന്നാണ് രണ്ടാമത്തെ പ്രാർത്ഥന. മൂന്നാമത്തെ പ്രാർത്ഥന, ഈ കൊടി കൈമാറി അവസാനം ഇമാം മഹ്ദിയിൽ എത്തിക്കണമേ അല്ലാഹുവേ എന്ന വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കാതിരിക്കുമോ? വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നമ്മുടെ ഇസ്ലാം മതം എത്തിയിട്ടുള്ളത് 4 വഴിയിലൂടെയാണ്. ഞാൻ വിശദീകരിച്ചല്ലോ. ഒന്ന് മാലിക് ഇബ്നു ദീനാർ വഴിയാണ്, ഒരു വിശാലമായ വഴിയാണ് മാലിക് റളിയല്ലാഹു. രണ്ടാമത്തെ വഴിയാണ് കോഴിക്കോട് കാളിമാരിലൂടെ. മൂന്നാമത് മഖ്ദൂം കുടുംബം. 4 ഹൽറമി സാദാത്തുക്കളാണ്. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളും ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഹലറമൗത്തി സാദാത്തുക്കളാണ്. മാത്രമല്ല വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ഉസ്താദ് കോഴിക്കോട് കാളിയിലെ പ്രമുഖനായ അബൂബക്കർ ഷെയ്ഖ് അബൂബക്കർ കുഞ്ഞി എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതനാണ് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ഉസ്താദുമാരിലെ ഒരു ഉസ്താദായിട്ട് കാണുന്നത്. അതുകൊണ്ട് ഹലറമി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചവിട്ടിയ മണ്ണാണല്ലോ ഹലറമൗത്തി എന്ന് പറയുന്ന സ്ഥലം. യമനിൽ നിന്നും ഹലറമൗത്തിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് വന്ന സാത്വികരായ സയ്യിദന്മാരും പണ്ഡിതന്മാരും പടുത്തുയർത്തിയ ഈ പ്രസ്ഥാനം ആദർശ രംഗത്ത് അണുയിട വിട്ടുപോകാതെ എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ ലോകത്ത് നിലനിൽക്കുന്ന, നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന കരുത്തുറ്റ ഒരു പ്രസ്ഥാനമാണ്, സംഘടനയാണ്. സംഘടന രൂപമുണ്ടെങ്കിലും അത് കേവലം ഒരു സംഘടനയുടെ ഗണത്തിലായി നമ്മൾ ആരും അതിന്റെ ഉസ്താദുമാർ പറയുന്ന വാക്കുകൾ, അതിന്റെ ഉസ്താദുമാർ പറയുന്ന കാര്യങ്ങൾ അതങ്ങനെയാണ് ഇതിങ്ങനെയാണ് എന്ന് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് നമ്മൾ ഏതെങ്കിലും രീതിയിൽ പോയാൽ അത് തീർച്ചയായും നമുക്ക് തന്നെ അപകടമുണ്ടാകും. കാരണം സമസ്തയുടെ ഉസ്താദുമാർ ഒരു കാര്യം പറഞ്ഞാൽ അത് അവരാണ് പറയുന്നതെങ്കിലും അത് ആദർശമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ വെള്ളം ചേർക്കാൻ ആര് വന്നാലും ഏത് രീതിയിൽ വന്നാലും മധുരം പുരട്ടിയ വിഷമായിട്ട് വന്നാലും എങ്ങനെ വന്നാലും അതിനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സമസ്തയോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കേണ്ടതുണ്ട്. അങ്ങനെ ചേർന്ന് നിന്നില്ല എങ്കിൽ ചിന്തിച്ചു നോക്കൂ, എത്രയെങ്ങാനും കലുഷിതമായ അവസ്ഥകൾ കടന്നുപോയിട്ടുണ്ട്. KM മൗലവിയുടെയും MCC മൗലവിയുടെയും പ്രവർത്തനങ്ങളൊക്കെ അന്ന് നേരിട്ടായിരുന്നില്ലല്ലോ. ഒരുപാട് വളഞ്ഞ രീതിയിലാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ഉസ്താദുമാരെ തെറ്റിദ്ധരിപ്പിക്കുക. 922 ഒരു സമ്മേളനം നടത്തി, 23 വീണ്ടും നടത്തി, 24 ഒരു സമ്മേളനം നടത്തുകയാണ്, 25 സമ്മേളനം നടത്തുന്നു. ആ സമ്മേളനത്തിന്റെ അധ്യക്ഷനായി കൊണ്ടുവന്നത് ജബ്ബാർ ഹസ്രത്തിനെ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ അന്ന് വെല്ലൂർ ബാക്കിയാത്ത് സാലിഹാത്തിലെ പ്രിൻസിപ്പൾ ആയിരുന്നു. അദ്ദേഹത്തെ കൊണ്ടുവന്നതിന്റെ കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. കോഴിക്കോടാണ് ഇതിന്റെ ഐക്യസംഘത്തിന്റെ 3ാം സമ്മേളനം നടക്കുന്നത്. കോഴിക്കോട് സമ്മേളനം നടന്നപ്പോഴാണ് 925 ജൂൺ 26 നമ്മുടെ പണ്ഡിതന്മാർ സടകുടഞ്ഞെഴുന്നേറ്റു. 926 സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടന രൂപം കൊടുക്കുന്നവര് ഒരു വർഷം മുമ്പ് തന്നെ ഒരു സംഘടന ഉണ്ടായിട്ടുണ്ട്. ആ സംഘടന ഒരു വർഷം ആവശ്യമായ പദ്ധതികൾ പ്ലാൻ ചെയ്തു. ഒരു വർഷം അതിൽ ഒരുപാട് സംവാദങ്ങളുണ്ട്, സമ്മേളനങ്ങളുണ്ട്. അതിന്റെ ഒരു കാര്യമാണ്, കർമ്മ പദ്ധതിയിൽപ്പെട്ട ഒന്നാണ് 926 സമ്മേളനം ചേരുക, ഒരു മീറ്റിംഗ് വിളിക്കുക, ആയിരങ്ങൾ പങ്കെടുത്തു. അങ്ങനെ സമസ്ത രൂപീകരിച്ചു. 934 സമസ്ത ഒരു സംഘടനയായിരുന്നെങ്കിൽ, സമസ്ത കേവലം ഒരു സംഘടനയായിരുന്നെങ്കിൽ 926 സമസ്ത രൂപീകരിച്ചിട്ട് അതിന്റെ ഭരണഘടന രജിസ്റ്റർ 934 കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. കേവലം സംഘടനയ്ക്ക് വേണ്ടിയാണ് സംഘടനയെങ്കിൽ അത്രയും വർഷം കാത്തു നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. മറിച്ച് ഇസ്ലാമിനെ
ശുദ്ധമായ ഇസ്ലാമിനെ, സ്ഫടിക സുന്ദരമായ ഇസ്ലാമിനെ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്ന, നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുന്ന ഏക ആദർശ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിനൊരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ വേണമല്ലോ, ഒരു പാറ്റേൺ വേണമല്ലോ, ഒരു സ്കെൽട്ടൺ വേണമല്ലോ. ആ സ്കെൽട്ടണിന് വേണ്ടി ഒരു സംഘടന എന്ന് മാത്രം. അതിനപ്പുറം നമ്മുടെ ആദർശം മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയണം. ചിന്തിച്ചു നോക്കൂ, ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ മക്കയിൽ വെച്ച് മരണപ്പെട്ടു. സമസ്തയുടെ 951 ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുന്നതിൽ 1-ാം സ്ഥാനത്ത് നിന്ന അദ്വിതീയനായ സാത്വികനായ സയ്യിദ് ആയിരുന്നല്ലോ അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. മക്കയിൽ വെച്ച് മരണപ്പെട്ടു. ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്. മാത്രമല്ല, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് ഉറക്കെ ചൊല്ലുന്നത് എല്ലാവരും കേട്ട് സന്തോഷത്തോടുകൂടി ഈ ലോകത്തെ വിട്ടുപോയ 957 സമസ്തയിൽ വന്നു, 996 മരണപ്പെട്ടു പോയ ശംസുൽ ഉലമ അവസാന ശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി. മാത്രമല്ല, ഒരു ദിവസം പിന്നെ രാത്രി കുറെ സുന്നത്ത് നമസ്കരിക്കുന്നു ഉസ്താദ്, കുറെ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഭാര്യ ചോദിച്ചു, അല്ല നിങ്ങൾ എന്തിനാ ഇങ്ങനെ കുറെ സുന്നത്ത് നിസ്കരിക്കുന്നത്? അന്നേരത്ത് ഉസ്താദ് പറഞ്ഞു, CH ഹൈദോസ് ഉസ്താദ് പറഞ്ഞു, ഇനി എനിക്ക് നമസ്കരിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിലോ. അന്ന് രാത്രി അദ്ദേഹം മരണപ്പെട്ടു. മാത്രമല്ല, മരിക്കുന്നവന്റെ എത്രയോ വർഷം മുമ്പേ ഖബർ കുഴിച്ചു വെച്ചു സമസ്തയുടെ പ്രസിഡന്റ് കോയക്കുട്ടി ഉസ്താദ്, കാളമ്പാടി ഉസ്താദ്. ദർസ് കഴിഞ്ഞിട്ടും ഉസ്താദ് പിരിഞ്ഞു പോകുന്നില്ല. ശിഷ്യന്മാരൊക്കെ അവരവരെ സ്ഥലത്തേക്ക് പോയി. കാളമ്പാടി ഉസ്താദ് എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ശിഷ്യന്മാർ ചോദിക്കുന്ന, അല്ല ഉസ്താദ് എന്താ ചിന്തിക്കുന്നത്? അതിനുശേഷം കാളമ്പാടി ഉസ്താദ് വഫാത്താകുന്നു. ലുഹ നമസ്കരിച്ച് വുദുവോടുകൂടി മരണപ്പെട്ടു പോയ ഉസ്താദുമാർ, എല്ലാ ഉസ്താദുമാരെ പരിശോധിച്ച് നോക്കിയാലും, വരക്കൽ മുല്ലക്കോയത്തങ്ങൾ, മുത്തുക്കോയത്തങ്ങൾ വരെയുള്ള ആ ഉസ്താദുമാരുടെ സിൽസിലകൾ പരിശോധിച്ച് നോക്കിയാൽ അത് ഏതെങ്കിലും രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തും. മഖ്ദൂം കുടുംബം, പൊന്നാലിയിലെ മഖ്ദൂം കുടുംബം, കോഴിക്കോട് കുടുംബം, അങ്ങനെ പോയി എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തും. ഇത് കേവലം ഒരു അവകാശവാദമല്ല. നമ്മൾ പഠിക്കാൻ വേണ്ടി വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കും പഠിക്കാൻ കഴിയുന്ന കാര്യം. അതുകൊണ്ട് സമസ്തയെ കേവലം ഒരു സംഘടനയായി കാണാതെ ദീനി സംഘടനയാണ്. മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യം ചൊല്ലി മരിക്കാൻ നമുക്ക് തൗഫീഖ് കിട്ടണമെങ്കിൽ, ഭാഗ്യം കിട്ടണമെങ്കിൽ ഈ സംഘടനയുടെ കൂടെ ചേരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നമ്മുടെ കേരളത്തിൽ ഒരു അമുസ്ലിമായ സഹോദരൻ ഇസ്ലാമിലേക്ക് വന്നു. വന്നിട്ട് അദ്ദേഹം ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സംശയമായി. മുജാഹിദുകൾ പറയുന്നു നമ്മളാണ് ശരിയെന്ന്, തബ്ലീഗുകാർ പറയുന്നു നമ്മളാണ് ശരിയെന്ന്, അതേപോലെ തന്നെ പിന്നെ വഹാബികളും പറയുന്നു നമ്മളാണ് ശരിയെന്ന്. ഇത് കേട്ടപ്പോൾ ആ പുതു മുസ്ലിമായ അദ്ദേഹത്തിന് സംശയമായി. എന്നിട്ട് ഇദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കാൻ കാരണക്കാരൻ അല്ലെങ്കിൽ സബബായ ഉസ്താദിന്റെ അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞു, ഉസ്താദെ എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ട്, ഏതാണ് ശരിയെന്ന്. അന്നേരത്ത് ഉസ്താദ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഏതാണ് ശരിയെന്ന് ഞാൻ പറയുന്നില്ല, നീ ഒരു കാര്യം ചെയ്താൽ മതി. ഒരു മാസം കേരളത്തിലെ എല്ലാ പണ്ഡിതന്മാരെ കുറിച്ച് നീ പഠിക്കണം. സലഫി പണ്ഡിതന്മാരെ കുറിച്ച് പഠിക്കണം, മുജാഹിദ് പണ്ഡിതന്മാരെ കുറിച്ച് പഠിക്കണം, മൗദൂദികളെ കുറിച്ച് പഠിക്കണം, എല്ലാ പണ്ഡിതന്മാരെ കുറിച്ച് നീ പഠിക്കണം. പഠിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു മാസം പഠിച്ചിട്ട് ഉസ്താദിന്റെ അടുക്കലേക്ക് വന്നു, ഉസ്താദെ എനിക്കൊരു കാര്യം മനസ്സിലായി, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്താണ് യഥാർത്ഥമായ ശരിയെന്ന്. എനിക്ക് എങ്ങനെയാ മനസ്സിലായത്? മറുചോദ്യം. അന്നേരത്ത് ആ പുതുവിശ്വാസിയായ ആ മുസ്ലിം പറഞ്ഞത്, ഞാൻ എല്ലാവരുടെയും മരണത്തെക്കുറിച്ച് പരിശോധിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് സമസ്തയുടെ ഉസ്താദുമാരാണ്. ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ചൊല്ലുന്നത് പരിസരത്തുള്ള കേട്ട് മരിച്ചവർ, മറ്റുള്ളവർ ചൊല്ലിയിട്ടില്ല എന്നല്ല, അല്ലാഹു അലം, അറിയില്ല. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയല്ല, വസ്തുതകൾ പരിശോധിക്കാൻ വേണ്ടി ഈ കാര്യം പറയുന്നു എന്ന് മാത്രം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉറക്കെ ചൊല്ലി മരിച്ചവർ സമസ്തയുടെ ഉസ്താദുമാരായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്താണ് യഥാർത്ഥമായ ശരിയെന്ന്. പ്രിയപ്പെട്ടവരെ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ കേൾക്കാനുള്ളതല്ല. നമ്മളും മരിക്കുന്ന സമയം, ഈ ലോകത്ത് വെച്ച് അവസാന ശ്വാസം എടുക്കുന്ന ഒരു ഘട്ടം നമുക്ക് വരാനുണ്ടല്ലോ. നമ്മളെ വീട്ടിന്റെ സെൻട്രൽ ഹാളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റൂമിലോ നമ്മൾ വെള്ള തുണിയിൽ പൊതിഞ്ഞു കിടത്തുമല്ലോ, ആൾക്കാരൊക്കെ കാണാൻ വരുമല്ലോ. ആ ഘട്ടം നമുക്കും വരാനുണ്ടല്ലോ. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈമാൻ സലാമത്തായിട്ട് മരിക്കണമെങ്കിൽ
നമ്മൾ ആദ്യം കേട്ട വാക്ക് അല്ലാഹു അക്ബർ, ബാങ്കിന്റെ വാക്കാണ് അല്ലാഹു എന്ന് പറയുന്ന ഫസ്റ്റ് വാക്ക്. അവസാനം ചൊല്ലേണ്ട വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആദ്യം കേട്ട വാക്ക് അല്ലാഹു അക്ബർ, അല്ലാഹു ആണ്. അവസാനം ചൊല്ലേണ്ട വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു എന്ന് ചൊല്ലാൻ സാധിക്കണമെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണമെങ്കിൽ, സമസ്തയെ കേവലം ഒരു സംഘടനാ വൃത്തത്തിൽ പെടുത്താതെ എന്റെ ഈമാൻ കാത്തു സൂക്ഷിക്കുന്ന, എനിക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന, എന്റെ റസൂലിനെ പരിചയപ്പെടുത്തുന്ന വലിയൊരു ആത്മീയമായ സംഘടനയാണ് എന്ന് നമുക്ക് ബോധിക്കാൻ, നമുക്ക് സ്വയം ബോധ്യപ്പെടേണ്ടതുണ്ട്. ആ രീതിയിൽ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. ഇതേതെങ്കിലും ഒരു വിഭാഗത്തെ എതിർക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തെ തകർക്കാനോ ഉള്ള കേവലം ഒരു സംഘടനയായി നമ്മൾ ആരും കാണരുത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഇനിയും സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട അഷ്റഫ് കക്കുപ്പടി ഉസ്താദിന്റെ പ്രഭാഷണം നമുക്കൊക്കെ അറിയാമല്ലോ. അദ്ദേഹം ഈ വിഷയങ്ങളിൽ തഹ്ഖീഖുള്ള വലിയ പണ്ഡിതനാണ്. A to Z കാര്യങ്ങൾ തലനാരിഴ കീറി ജനങ്ങളെ മുമ്പിൽ ബോധിപ്പിക്കാൻ വലിയ കഴിവുള്ള, ബിദ്അത്തിന്റെ ആൾക്കാരുമായി സംവാദങ്ങൾ നടത്തി സംവാദങ്ങളിൽ വിജയിച്ച് ചരിത്രമുള്ള, സാത്വിക എക്സ്പീരിയൻസ് ഉള്ള വലിയ ആലിമാണ് കക്കുപ്പടി ഉസ്താദ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്തുകൊണ്ട് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് അവസാനം ഞാൻ പറയുന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉറക്കെ ചൊല്ലാൻ സാധിക്കണമെങ്കിൽ ബിദ്അത്തിന്റെ അംശങ്ങളെ നമ്മൾ തടയേണ്ടതുണ്ട്. ബിദ്അത്ത് പല രീതിയിലും കടന്നു വരുമല്ലോ. ബിദ്അത്ത് തുടക്കം തന്നെ പല രീതിയിലായിരുന്നു. കൗശലങ്ങൾ പ്രയോഗിച്ചുകൊണ്ടായിരുന്നു. ഐക്യസംഘത്തില് അംഗമായി ചേരണമെങ്കിൽ, ഐക്യസംഘത്തിൽ മെമ്പറായി ചേരണമെങ്കിൽ അന്ന് KM മൗലവി പറഞ്ഞ കാര്യം എന്താ പറയോ? ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി മദ്ഹബുകളിൽ ഏതെങ്കിലും ഒന്നിൽ അംഗീകരിക്കുന്ന ആളായിരിക്കണമെന്ന. ഷാഫി, ഹംബലി, മാലിക്കി മദ്ഹബുകളിൽ ഏതെങ്കിലും ഒന്ന് അംഗീകരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഐക്യസംഘത്തിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നുള്ളൂ. എന്തായിരുന്നു ഉദ്ദേശം? എന്താണ്? ജനങ്ങളെ തട്ടിപ്പാക്കിയിട്ട് കൗശലങ്ങളിലൂടെ നേടിയെടുക്കലാണ്. ആ കൗശല പ്രയോഗമാണ് ഇന്ന് ഇവിടെയുള്ള പുത്തൻവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ പുത്തൻവാദികൾ നമ്മുടെ നാട്ടിൽ ഉദയം ചെയ്യുന്നതിന്റെ എത്രയോ വർഷം മുമ്പ് രൂപം കൊടുത്തു. അടിത്തറ ഇളകി പോകാത്ത രീതിയിൽ ഈമാൻ കാത്തു സൂക്ഷിക്കുന്ന ഈ സംഘടനയോടൊപ്പം ചേർന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും ധീരമായി മുന്നോട്ട് പോകാം. അല്ലാഹു നമുക്കെല്ലാവർക്കും ആഫിയത്തും സെഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ചൊക്ലി ക്ലസ്റ്ററിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഇങ്ങനെയൊരു ആദർശ സമ്മേളനം നടത്തുവാനും ഒരു വലിയ ജനക്കൂട്ടത്തെ നിങ്ങൾ ഇവിടെ സംഘടിപ്പിക്കാനും കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ നടത്തിയ ധീരമായ ഇടപെടലിന്റെ അല്ലെങ്കിൽ സജീവമായ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്ന് നമുക്കെല്ലാവർക്കും കാണാൻ കഴിയും. ഈ ഒരു ആവേശം ഇനി അങ്ങോട്ടും മേഖലാതലത്തിൽ, ജില്ലാതലങ്ങളിൽ, സംസ്ഥാന തലങ്ങളിൽ അങ്ങ് അലയടിച്ച് പോകേണ്ടതുണ്ട്. ഈ ആദർശ ക്യാമ്പയിൻ ത്രൈമാസ ക്യാമ്പയിനാണ്. ഇതിന്റെ സമാപനം ഇൻഷാ അല്ലാഹ് 28-ാം തീയതി കാസർഗോഡ് നടക്കുകയാണ്. ആദർശം അമാനത്താണ് എന്ന ക്യാമ്പയിന്റെ സമാപനം 28-ാം തീയതി കാസർഗോഡ് നടക്കുകയാണ്. അവിടെ തന്നെയാണ് സമസ്തയുടെ 100ാം വാർഷിക മഹാസമ്മേളനവും. നിങ്ങൾ പറ്റുമെങ്കിൽ ആ സമ്മേളനത്തിലേക്ക് വരണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 27-ാം തീയതി കോഴിക്കോട് കടപ്പുറത്ത് മൗലികാവകാശങ്ങളെ ധ്വംസിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ നിന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാലോ, ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. അതിന്റെ ഒരു ബഹുജന റാലി കൂടി കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും അതിലും വരണം. നിങ്ങൾ ഇതിനെ ജനങ്ങളെ അറിയിച്ചുകൊണ്ട് അതിലേക്ക് വാഹനങ്ങളിലൂടെ, ശാഖയിൽ നിന്ന്, ക്ലസ്റ്ററിൽ നിന്ന് വാഹനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും വരണം. SKSF-ന് താങ്ങായി, തണലായി നമ്മളെല്ലാവരും കൂടെ ഉണ്ടാകണം. SKSF എന്ന് പറഞ്ഞാൽ ഈ കേരളത്തില് 3849 ശാഖകൾ ഇന്ന് SKSF-നുണ്ട്. 3849 ശാഖകൾ, 448 ക്ലസ്റ്ററുകൾ, 200 മേഖലകളിലായി 2,92,000 3 ലക്ഷത്തോളം വരുന്ന സജീവ പ്രവർത്തകരുള്ള ഒരു ബൃഹത്തായ സംഘടനയാണ് SKSSF. 18 പോഷക ഘടകങ്ങൾ അതിനുണ്ട്. ദേശീയ തലത്തിൽ കമ്മിറ്റിയുണ്ട്. അന്തർദേശീയ തലത്തിൽ ലോകത്ത് ഏതെല്ലാം സ്ഥലങ്ങളിലാണോ മലയാളികൾ ഉള്ളത് അവിടെയൊക്കെ ആധികാരികമായ രീതിയിൽ ഈ സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ, പല യൂറോപ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഈ സംഘടനക്ക് ഏറെക്കുറെ ശക്തമായ സ്വാധീനമുണ്ട്. ഇത് നമ്മുടെ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രസ്ഥാനമല്ല. ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ, ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഹരിയിൽ നിന്നും സമൂഹത്തെ പിന്തിരിപ്പിക്കാൻ ആവശ്യമായി ഒരു പ്രധാനപ്പെട്ട ടീൻസ് ഹബ് എന്ന് പറയുന്ന പ്രോഗ്രാം SKSF-ന് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ, അത് മേഖലാതലത്തിൽ നിങ്ങൾ ബന്ധപ്പെട്ട ആ കാര്യങ്ങളൊക്കെ അറിയും. ഇതിന്റെ കൂടെ SKSF-ന്റെ കൂടെ ചേർന്ന് നിൽക്കണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖും ഹല്ലും നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖ്യപ്രഭാഷണത്തിന് മുമ്പ് ഒരു ആശംസ. പാനൂർ മേഖലാ മുൻ പ്രസിഡന്റ്